ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഓയിൽ പുള്ളിങ്ങിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓയിൽ പുള്ളിങ് എന്താണെന്നുള്ളത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ബേസിക്കലി ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു ആയുർവേദിക് മെത്തേഡാണ്. സോ ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഓറൽ ഹെൽത്തിനായാലും. സോ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. സോ ഇത് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സോ അവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടി ആയിരിക്കും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയറിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മാത്രമല്ല, നമ്മൾ എല്ലാ രീതിയിലും നമ്മളത് കെയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിലെല്ലാം ഡാൻഡ്രഫ് ഉണ്ടാവുമല്ലോ. സോ ഡാൻഡ്രഫ് ഉണ്ടാവുന്ന ആൾക്കാർക്കാണ് ചെറിയ ടൈനി ബംസ് ആയിട്ട് ഇവിടെയും ഇവിടെയൊക്കെ കാണുന്നത്. സോ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മളുടെ വായ്ക്കകത്ത് ഉണ്ടാവുന്ന ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ നല്ല ബാക്ടീരിയാസും ഉണ്ട്, നല്ലതല്ലാത്ത ബാക്ടീരിയാസും ഉണ്ട്. സോ ഇതും നമ്മളുടെ സ്കിൻ കെയറിലെ റാഷസിനും ആക്നീസിനും ഒക്കെ ഒരു കാരണമാണ് സയന്റിഫിക്കലി പറയപ്പെടുന്നത്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഓയിൽ പുള്ളിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ആക്നീസ് ഒക്കെ പോവും, സ്കിന്നൊന്ന് ഡീടോക്സിഫൈ ചെയ്യും. അതാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. സോ നമ്മുടെ സ്കിന്നിൽ വരുന്ന ആക്നീസ് ഒക്കെ കുറയും, വ്രിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ കുറയാനൊക്കെ ആയിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അതും ഈ ഒരു നാച്ചുറൽ വേല നമ്മൾ വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയിട്ടാണിത്. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. രാവിലെ എണീറ്റ് ഉടനെ ബ്രഷ് ഒക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളിത് ചെയ്യണം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ടത് ഓയിലാണ്. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, പിന്നെന്താ നല്ലെണ്ണ യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്, പക്ഷെ അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓയിൽസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. സോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ, ഹോം മെയ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. പാരച്യൂട്ട് എണ്ണയൊന്നും കൊണ്ട് ആരും യൂസ് ചെയ്യരുത്. പിന്നെ എള്ളെണ്ണ യൂസ് ചെയ്യട്ടെ. എള്ളെണ്ണ മീൻസ് നല്ലെണ്ണ. ഏറ്റവും കൂടുതൽ സ്കിന്നിന് ബെനിഫിറ്റ് തരുന്ന ഒരു സാധനമാണ് ഈ നല്ലെണ്ണ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതാണ് ശരിക്കും അത് വെച്ചിട്ടായിരുന്നു പണ്ട് ആൾക്കാർ ഓയിൽ പുള്ളിങ് ചെയ്തുകൊണ്ടിരുന്നത്. സ്കിന്നിന് ഏറ്റവും ബെനിഫിറ്റ് അതാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. സോ അങ്ങനെ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ കോക്കനട്ട് ഓയിലിലോട്ട് ഞാനിവിടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞളാണ്, അല്ലാതെ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന മഞ്ഞളൊന്നും അല്ല കേട്ടോ. സോ മഞ്ഞൾപ്പൊടിയും നമ്മളുടെ സ്കിന്നിൽ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. നമുക്ക് ഓയിൽ തന്നെ ചെയ്യാനാണെങ്കിൽ ഓയിൽ തന്നെ ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഇതിന് വെറും 1 സ്പൂൺ ഓയിൽ മാത്രം മതി. സോ 1 സ്പൂൺ ഓയിൽ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മൗത്ത് വാഷ് ചെയ്യണം കേട്ടോ. മൗത്ത് വാഷ് ചെയ്യാൻ മീൻസ് ഇതുപോലെ ഗാർഗിൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ചെയ്യണം. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. ഇത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു ടേസ്റ്റും ഇല്ലാത്ത മൗത്ത് വാഷ് യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മൗത്ത് വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 20 മിനിറ്റ്സ് എങ്കിലും മിനിമം ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ ഫേസൊക്കെ വേദന എടുക്കും, ബോറടിക്കും, എല്ലാം ചെയ്യും. പക്ഷേ എന്നാലും നമ്മൾ ഒരു 15 മിനിറ്റ്സ് എങ്കിലും മാക്സിമം നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മൗത്ത് വാഷ് ഒക്കെ തുപ്പിക്കളയില്ലേ, അതുപോലെ അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് ഓയിൽ എടുക്കുക. ഇതേപോലെ നമ്മൾ വായ്ക്കകത്ത് വെച്ച് നല്ലതുപോലെ തന്നെ ഗാർഗിൾ ചെയ്യണം. ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം ചെയ്യണം കേട്ടോ. 10 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ മിനിമം ചെയ്യണം. നമുക്ക് ഇവിടെയൊക്കെ ചിലപ്പോൾ വേദന എടുക്കും, എന്നാലും ആദ്യം 1-2 ദിവസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കത് ശീലമായിക്കോളും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് ലിറ്ററലി നമ്മളിത് സ്പിറ്റ് ചെയ്ത് കളയണം. അത് സിങ്കിലൊന്നും കൊണ്ടുപോയിട്ട് കളയരുത്, വാഷ് ബേസിനിലൊന്നും കൊണ്ട് കളയരുത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും സ്പിറ്റ് ചെയ്ത് കളയാം. ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. കാരണം നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. പക്ഷെ അത് നമ്മൾ
ഓക്കെ ആവും. ഒരു 1-2 ദിവസമൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും. അപ്പോൾ നമ്മളത് ഒരു ദിവസം ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഏർലി മോർണിംഗ് ആണ് ചെയ്യേണ്ടത്. രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെയ്യണം. സോ ആ ഒരു ടൈമിൽ നമ്മുടെ മൗത്തിൽ ഉണ്ടാവുന്ന ചില ബാക്ടീരിയാസ് നല്ലതാണെന്നും പറയാറുണ്ട്. ചിലത് നമ്മുടെ സ്കിന്നിനും എല്ലാറ്റിനും പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല നമ്മുടെ ഓറൽ ഹെൽത്തിനും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാവിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത് കുറയും. പിന്നെന്താ, നമ്മുടെ ടീത്ത് ഒക്കെ ഒന്നുകൂടെ കുറച്ചൊന്ന് പോളിഷ്ഡ് ആയിട്ടിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര സ്റ്റെയിൻസ് വരും. എനിക്ക് വരാറുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി കമ്പിയിട്ട ഒരാളായിരുന്നു. സോ ആ കമ്പി അയച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എപ്പോഴും സ്റ്റെയിൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. സോ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. സ്റ്റെയിൻസ് ഒക്കെ വരുന്നത് കുറയും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അത് ഓറൽ ഹെൽത്തിനും അതെ, അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും അതെ. ഫേസ് ഒക്കെ നമുക്കൊന്ന് ഉള്ളിൽ നിന്ന് ഒരു ഗ്ലോ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കത് എങ്ങനെ ഞാൻ പറയാന്നറിയില്ല. ശരിക്കും നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ വരില്ലേ, ആ ഒരു സംഭവമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കൂടുതലും നിങ്ങൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ടേസ്റ്റ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു കോക്കനട്ട് ഓയിലിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത് ഇതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ആർക്ക് വേണേലും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. ആർക്ക് വേണേലും പരീക്ഷിക്കാം. വലിയ പാടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറയരുത് എന്തിനാ ഓയിൽ വേസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊന്നും പറയരുത്. കാരണം നമ്മൾ തലയത്തേക്കാണെങ്കിലും ഇതേ വേസ്റ്റേജ് തന്നെയല്ലേ. നമ്മൾ തലയിൽ തേക്കുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു സ്പൂൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.